CHR വിഷയത്തിൽ ജില്ലയിലെ ജനങ്ങളെ വഞ്ചിക്കുകയും ഭൂപ്രശ്നങ്ങൾ സങ്കീർണമാക്കുകയും ചെയ്ത കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് തിരിച്ചറിയുക, ഇടുക്കി ജനതയോടൊപ്പം നിൽക്കുന്ന LDF സർക്കാരിനെ പിന്തുണയ്ക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി DYFI ജില്ലാ കമ്മിറ്റി 20 രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെ കട്ടപ്പന മിനി സ്റ്റേഡിയത്തിൽ യുവജന കൂട്ടായ്മ നടത്തും. CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ് ഉദ്ഘാടനം ചെയ്യും. കാർഡമം ഹിൽ റിസർവ് വിഷയത്തിൽ വിവിധ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് DYFI ജില്ലാ കമ്മിറ്റി 20 തീയതി രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെ കട്ടപ്പന മിനി സ്റ്റേഡിയത്തിൽ യുവജന കൂട്ടായ്മ നടത്തുന്നത്. കോൺഗ്രസാണ് ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ സങ്കീർണമാക്കിയതെന്നും CHR കേസിൽ സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ ജനങ്ങൾക്ക് അനുകൂലമായി യാതൊരു നിലപാടും മുൻ UDF സർക്കാരുകൾ സ്വീകരിച്ചിരുന്നില്ല എന്നും DYFI നേതൃത്വം പറഞ്ഞു. കോടതി പലതവണ ആവശ്യപ്പെട്ടിട്ടും ഹിയറിംഗിന് ഹാജരാകാൻ പോലും AK ആന്റണി സർക്കാർ അന്ന് തയ്യാറായില്ല. ജനജീവിതം ദുസ്സഹമാക്കുന്ന നിയമങ്ങളെല്ലാം UPA UDF സർക്കാരുകളുടെ സംഭാവനയാണ്. ജനവിരുദ്ധ കർഷക വിരുദ്ധ നിയമങ്ങളും നിലപാടുകളും കൊണ്ടുവന്ന് ജില്ലയിലെ ജനങ്ങളെ വഞ്ചിച്ചവരാണ് UDF സർക്കാരുകളെന്ന് DYFI നേതാക്കൾ പറഞ്ഞു. ജനങ്ങൾക്ക് അനുകൂലമായി സുപ്രീം കോടതിയിലടക്കം വിവിധ ഘട്ടങ്ങളിൽ ആവശ്യപ്പെട്ടിട്ട് ഹാജരാകുന്നതിനോ അനുകൂലമായ റിപ്പോർട്ട് കൊടുക്കുന്നതിനോ മുൻ UDF ഗവൺമെൻറ്റുകൾ തയ്യാറായിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഇടതുപക്ഷ ഗവൺമെൻറ് ഇടുക്കിയിലെ ജനങ്ങൾക്ക് അനുകൂലമായി ഈ വിഷയങ്ങളിലെല്ലാം ജില്ലയിലെ ഭൂപ്രശ്നത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ CHR ബന്ധപ്പെട്ട വിഷയത്തിലെല്ലാം നിലപാട് സ്വീകരിക്കുകയും ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ എല്ലാ അർത്ഥത്തിലും പരിഹരിക്കുന്നതിന് വേണ്ടി ഭൂഭേദഗതി നിയമം സംസ്ഥാനത്ത് ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നിയമസഭയിൽ പാസ്സാക്കുകയും അതിൻ്റെ ചട്ടങ്ങൾ രൂപീകരിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടമാണ്. എന്നാൽ ഈ ഘട്ടത്തിൽ വ്യാപകമായി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ബോധപൂർവമായ കള്ളപ്രചരണങ്ങൾക്ക് ജില്ലയ്ക്കകത്ത് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. CHR കേസിൽ വണ്ടൻമേട് കാടമം ഗ്രോവേഴ്സ് അസോസിയേഷനും കർഷകരെ വഞ്ചിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. അതേസമയം ജില്ലയിൽ ഉപാധിരഹിത പട്ടയം അനുവദിച്ചതു മുതൽ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഇടപെടൽ നടത്തിയത് ഇടത് സർക്കാരാണ്. എന്നാൽ ജനവിരുദ്ധ നിലപാട് തുടരുന്ന കോൺഗ്രസ് ജനത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ നീക്കം നടത്തുകയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. കട്ടപ്പനയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ രമേശ് കൃഷ്ണൻ, S സുധീഷ്, B അനൂപ്, ഫൈസൽ ജാഫർ, ജോബി ഇബ്രാഹിം, S രാജേഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.